വയനാടിന് കരുത്തേക്കാനെത്തിയ സൈനിക സംഘത്തിൽ മാസ്ക് ധരിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. രാജ്യത്തിന്റെ മുൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ദ മോസ്റ്റ് ഫിയർലെസ് മാൻ, ഏറ്റവും ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചൊരു പട്ടാളക്കാരൻ, ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. 2017 മാർച്ച് 4 കാശ്മീരിലെ പുൽവാമയിൽ ഭീകരരെ കീഴടക്കാനുള്ള സേനാ ദൗത്യം. അതിനിടെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് സംഘത്തലവന്മാരെ അമർച്ച ചെയ്യൽ. അങ്ങനെ ചെയ്ത ധീരജവാൻ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. അദ്ദേഹമാണ് കാരുണ്യം നിറഞ്ഞ സേവനത്തിനായി വയനാട്ടിൽ എത്തിയിരിക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുക മാത്രമല്ല, തൻ്റെ രാജ്യത്തിലുള്ളവർക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർക്ക് കൈത്താങ്ങാവണം എന്ന ഉറച്ച ബോധമാണ് ഋഷി എന്ന ഈ സൈനികനുള്ളത്. ജന്മനാടിന് തിരികെ നമുക്ക് നൽകാൻ സാധിക്കുന്ന സേവനമാണ് താൻ വയനാട്ടിൽ ചെയ്യുന്നത്. ഞാൻ മലയാളിയാണ്, ജന്മനാടിന് വേണ്ടി തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഈ സേവനത്തെ വളരെയധികം സന്തോഷത്തോടെയാണ് താൻ കാണുന്നത് എന്ന് ഋഷി രാജലക്ഷ്മി പറയുന്നു. കേണൽ ഋഷി, ഇദ്ദേഹത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. അദ്ദേഹം മുഴുവൻ സമയവും മാസ്ക് ധരിക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ഏറ്റവും ഭയമില്ലാത്ത മനുഷ്യനെന്ന് കേണൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ച വ്യക്തിത്വമാണ്. കേണൽ ഋഷി രാജലക്ഷ്മി വയനാട്ടിൽ എത്തുമ്പോൾ, അദ്ദേഹം വയനാട്ടിലെ കരുണാർദ്രമായ മലയാളി സൈനിക മുഖമാകുമ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതുവരെ 23 ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി എന്ന് തികഞ്ഞ മനക്കരുത്തോടെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യം എത്രമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാം. യു മസ്റ്റ് ഏബിൾ ടു കവർ യുവർ ഡിസേബിലിറ്റീസ് ആൻഡ് പ്രൊട്ടക്ട് യുവർ എബിലിറ്റീസ്. ഈ ഒരു ആശയമാണ് തൻ്റെ മാസ്കിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന കേണൽ ഋഷിയുടെ വാക്കുകൾ. അദ്ദേഹം മുഴുവൻ സമയവും മുഖാവരണം ധരിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഒരർത്ഥത്തിൽ രാജ്യസ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടയാളമാണ് ആ മുഖാവരണം. രാജ്യത്തിന്റെ മുഖം രക്ഷിക്കാനായി സ്വന്തം മുഖം ബലി കൊടുത്ത ഒരു പോരാളിയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി. തീവ്രവാദികളുടെ ആക്രമണത്തിൽ മുഖം തകർന്ന അദ്ദേഹം തന്റെ മനക്കരുത്തിലൂന്നി ജീവിതം തിരികെ പിടിക്കുകയായിരുന്നു. മുഴുവൻ സമയവും മുഖാവരണം ധരിച്ചാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിനുണ്ടായിരിക്കുന്ന ആ പരിക്കുകൾ എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജ്യത്തിനു വേണ്ടിയാണ് 2017 മാർച്ച് 4 ഓപ്പറേഷൻ ത്രാൽ എന്ന ദൗത്യത്തിനായി ലഫ്റ്റനന്റ് കേണൽ ഋഷിയും സംഘവും പുറപ്പെട്ടത്. തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖല മേക്നസ് ഇൻഫൻട്രി 42 രാഷ്ട്രീയ റൈഫിളിലെ IC 72692W മേജർ ഋഷി. അദ്ദേഹം ഗ്രാമീണർക്കായുള്ള മെഡിക്കൽ ക്യാമ്പിലായിരുന്നു. തീവ്രവാദികൾ ഗ്രാമത്തിലെ ഒരു മരപ്പണിക്കാരന്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്. അവരെ കീഴടക്കണം എന്നുള്ള ഒരു ഉത്തരവ് മേജർ ഋഷിക്ക് തന്റെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നു. ഉടൻ അദ്ദേഹം ക്യാമ്പ് അവസാനിപ്പിച്ച് അവിടേക്ക് പുറപ്പെട്ടു. ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാലിലെത്തി. പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. വളരെ ഉയരത്തിലുള്ള ഒരു 3 നില വീട്. അടുത്ത് മറ്റു ചില വീടുകളുമുണ്ട്. പക്ഷേ അതീവ ദുഷ്കരമാണ് ദൗത്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പക്ഷെ പിന്മാറാൻ അദ്ദേഹം തയ്യാറായില്ല. സൈനികർ സമീപത്തെ വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു. ലോക്കൽ പോലീസിനൊപ്പം എത്തി വീട് വളഞ്ഞ സൈന്യം തീവ്രവാദികളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ വീട്ടിൽ നിന്ന് പ്രതികരണമുണ്ടായില്ല. കീഴടങ്ങിയില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് ഒരു വട്ടം കൂടി മുന്നറിയിപ്പ് നൽകി വീട്ടുകാർ പുറത്തേക്ക് പോയി. തീവ്രവാദികളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാതിരുന്നതോടെ അടുത്ത നീക്കത്തിലേക്ക് സൈന്യം കടക്കുകയായിരുന്നു. ചെറിയൊരു മോർട്ടാർ ആക്രമണം, അതിലൂടെ വീടിന്റെ ഒരു ഭാഗത്തിന് തീ പിടിച്ചു. എന്നാൽ തീവ്രവാദികളിൽ നിന്ന് അപ്പോഴും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇതോടെ തീവ്രവാദികളെ ജീവനോടെ പിടിക്കാനുള്ള തീരുമാനം മേജർ ഋഷിയും കൂട്ടരും മാറ്റി സ്ഫോടനത്തിലൂടെ വീട് തകർത്ത് തീവ്രവാദികളെ ഇല്ലാതാക്കുക എന്ന തീരുമാനമെടുത്തു. അതിനായി വീടിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കണം. പക്ഷേ അകത്ത് കയറി ആര് ആ ദൗത്യം നിർവഹിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായില്ല. എന്നെ മറികടന്ന് മാത്രമേ വെടിയുണ്ട നിങ്ങളിലെത്തൂ എന്ന് എപ്പോഴും തന്നൊക്കൊപ്പമുള്ള സൈനികരോട് പറയുന്ന മേജർ ഋഷി തന്നെ അത് ഏറ്റെടുത്തു. 10 കിലോഗ്രാമോളം IEDയുമായി അദ്ദേഹം വീടിനകത്തേക്ക് കടക്കുകയായിരുന്നു. 3 വെടിയുണ്ടകളാണ് അദ്ദേഹത്തിന് നേരെ ചെറിപ്പാഞ്ഞു വന്നത്. ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ തട്ടി തെറിച്ചു. അടുത്തത് ഋഷിയുടെ മൂക്ക് തകർത്തു. താടിയിൽ തകർത്തുകൊണ്ട് മറ്റൊരു വെടിയുണ്ടയും എത്തി. മാംസം ചിതറി രക്തം പ്രവഹിച്ചു. മേജർ ഋഷിയുടെ മുഖം തകർന്നു. പരിക്കുകൾ അതിജീവിച്ചെങ്കിലും ആ മുഖം പഴയതുപോലെ ആയില്ല. അന്നു മുതലാണ് ഋഷി മാസ്ക് ധരിച്ചു തുടങ്ങിയത്. വയനാട്ടിലെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോഴും ധീരതയുടെ അടയാളമായി ആ മുഖാവരണം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ മുഖത്തുണ്ട്. ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത്. എന്നെ കടന്നേ ഒരു വെടിയുണ്ട് നിങ്ങൾക്ക് നേരെ വരികയുള്ളൂ എന്നത് ഏതൊരു സൈനികനും പറയുന്ന വാക്കാണ്. ഇന്ത്യൻ ആർമി എന്നത് വികാരമാണ്. 2017 കാശ്മീരിലെ ത്രാലിൽ നടത്തിയ ഓപ്പറേഷനിൽ എന്നേക്കാൾ എനിക്ക് വലുത് രാജ്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പരിശീലനത്തിൽ നിന്ന് ലഭിച്ച കരുത്ത്. ഭീകര ആക്രമണത്തെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോഴായിരുന്നു ബിപിൻ റാവത്ത് ദ മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ചത്. തകർന്ന മുഖം നേരെയാക്കുന്നതിനു വേണ്ടി ഇതുവരെ 23 ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. എഞ്ചിനീയർ
എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അദ്ദേഹം. KSEBിയിലെ ജീവനക്കാരനായിട്ടായിരുന്നു തുടക്കം. പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി. പക്ഷേ സൈനികനാകണം എന്ന അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിൽ എത്തിച്ചു. ജോലിക്ക് വേണ്ടി ആർമിയിൽ ചേരേണ്ട കാര്യമില്ല, രാജ്യത്തിനു വേണ്ടിയാണെങ്കിൽ മതി സൈനിക സേവനം എന്നാണ് അമ്മ പറഞ്ഞത്. അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് സമർപ്പണമായിരുന്നു എന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയിച്ചു. ഋഷി രാജലക്ഷ്മി എന്ന സൈനികന്റെ പോരാട്ട വീര്യത്തെ തകർക്കാനായില്ല വെടിയുണ്ടകൾക്ക്. പരിക്കുകൾ ഭേദമായ ഉടൻ തന്റെ സൈനിക ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തി. നിലവിൽ 7 വർഷമായി പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. അമ്മയുടെ പേരാണ് സ്വന്തം പേരിനൊപ്പം കേണൽ ഋഷി രാജലക്ഷ്മി ചേർത്തിരിക്കുന്നത്. കരുത്തയാണ് തൻ്റെ അമ്മ എന്ന് ഋഷി പറയുന്നു. സൈന്യത്തിൽ ജോലിക്ക് വേണ്ടി ചേരേണ്ടതില്ല എന്ന അമ്മയുടെ വാക്കുകൾ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് അദ്ദേഹം ഇന്നും സൈന്യത്തിലെ കരുത്തനായ ഒരു പോരാളിയായി മുന്നേറുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.